നമസ്കാരം. ഇന്ന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസമാണ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അഥവാ ജന്മാഷ്ടമിയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഭഗവാന്റെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഭഗവാന്റെ തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ അഥവാ ആദ്യത്തെ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. സന്തോഷകരമായ ചില കാര്യങ്ങൾ, മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ബുദ്ധി വൈഭവത്താൽ പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കുവാനും മറ്റുള്ളവരെ കാഴ്ചക്കാരാക്കി പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. വിദ്യയിൽ ഉയർച്ച നേടുക, വിദ്യയിൽ പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഏവരെയും ആകർഷിക്കുന്നതായ രീതിയിൽ പെരുമാറുവാനും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിച്ച് അവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ അഥവാ ആകർഷിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്നതായ കാര്യങ്ങളാകാം. അത്തരത്തിൽ മറ്റുള്ളവരിൽ നിന്നും പ്രീതിയും പ്രശംസയും നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മാതാപിതാക്കൾക്കും ചില സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനത്തിന് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. കുടുംബാംഗങ്ങൾക്ക് സന്തോഷവും ഉയർച്ചയും നൽകുന്നതായ കാര്യങ്ങൾ ഈ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നതാണ്. സംഗീതം, സാഹിത്യം അല്ലെങ്കിൽ കലാ മേഖലകളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ അല്ലെങ്കിൽ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ രോഗ ദുരിതങ്ങൾ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. വന്നു ചേരേണ്ട ആരോഗ്യപരമായ പ്രശ്നങ്ങളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രവൃത്തി മേഖല, കർമ്മമേഖല അല്ലെങ്കിൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ സമയം സാഹസികപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള ചിന്ത മനസ്സിലേക്ക് വളരെയധികം കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതിലൂടെ വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ പല കാര്യങ്ങളിലും ജാഗ്രത പുലർത്തണം. അത് സാഹസികപരമായ കാര്യങ്ങളാണ് എങ്കിലും ധനപരമായി ചെയ്യുന്ന പ്രവൃത്തികളിലാണ് എങ്കിൽ പോലും ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പലവിധ ദോഷകരമായ ഫലങ്ങളെയും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് ഫലപ്രദമായി നേരിടുവാൻ സാധിക്കും. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ, മറ്റ് സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും.
ഈ സമയം ക്ഷോഭം വന്നു ചേരുവാനുള്ള സാധ്യത ഉണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം കൃത്യമായി തന്നെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും തന്മൂലം നേട്ടങ്ങൾ, അത് ധനപരവും അല്ലാതെയുമുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അകലുവാൻ അല്പം വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനുള്ള പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തെളിയും എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ നിത്യവും ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കല, സാഹിത്യം, അത്തരത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ, കഴിവ് പ്രകടിപ്പിക്കുക, മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതായ അവസരങ്ങളും സംജാതമാകും. എന്നാൽ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി എന്ന് വരാം. കൂടാതെ സന്താന ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. വീട്, വാഹനം, വിദേശ യാത്രകൾ, ധനലാഭം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉന്നതമായ വിദ്യാഭ്യാസത്തിന് സമയം അനുകൂലമാവുക, ശരിയായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ സാധിക്കുക, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും നിയന്ത്രിക്കേണ്ടതായ കാര്യങ്ങൾ തെറ്റായ ചിന്തകൾ തന്നെയാകുന്നു. എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ച് ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടാതെ വന്ന് ഭവിക്കുകയും അത് നിങ്ങൾക്ക് സൗഭാഗ്യം നൽകുകയും ചെയ്യുന്നതായ കാര്യങ്ങളായി മാറും. ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ ചില അവസരങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാകുന്നു. അതിനാൽ തന്നെ താഴ്ചകൾ വരുമ്പോൾ ഒരിക്കലും ഭഗവാനെ കുറ്റപ്പെടുത്തുകയോ ഭഗവാനിൽ നിന്നും അകന്നു പോവുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനെ പൂർണ്ണമായും നിങ്ങൾ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഈ സമയം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം അപവാദം ഇല്ലാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിച്ചു എന്ന് വരാം. കർമ്മരംഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തിരിച്ചടികൾ നേരിടേണ്ടതായ സാധ്യതകൾ പോലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഈ കാര്യങ്ങൾ കൂടുതലായും നിങ്ങൾക്ക് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബത്തിൽ ഉണ്ടായിരുന്നതായ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കലഹങ്ങൾ കുറയ്ക്കുവാൻ, ക്രമാതീതമായി കുറയ്ക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. വിദേശത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം. ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു. മാനസികപരമായ പിരിമുറുക്കങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ വിട്ടുമാറാത്തതായ ചില പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരം തന്നെയാണ് ഇത്. കൂടാതെ മാനസികപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ജീവിതത്തിലേക്ക് സന്തോഷവും വിജയങ്ങളും കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ, കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ കൈവശം എത്തുക, അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം.
ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ധാരാളം സഹായം സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, തൊഴിൽ ലഭിക്കുകയും അത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളായി മാറുകയും ചെയ്യാം. കൂടാതെ ഈ സമയം പുതിയ ഭൂമി ലഭിക്കുക, പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ, പുതിയ വീട് തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നവർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം സാഹസികപരമായ കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭഗവാനെ നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ ആരാധിക്കേണ്ടത് സമയം തന്നെയാണ് ഇത്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ, പങ്കാളിയുടെ രോഗദുരിതങ്ങൾ അതൊരു പരിധിവരെ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ അത് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ ഭഗവാനെ ഈ സമയം നിങ്ങൾ ആരാധിക്കുക. കൂടാതെ ഈ സമയം രാഷ്ട്രീയ മേഖലകളുമായി ബന്ധപ്പെട്ടും ശോഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കലാ, സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പ്രധാനമായും ഭഗവാനെ ഈ സമയം നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.